അതെ, ഒരു കാലത്ത് ഈ എല്ലാവരും ഒരുമിച്ചായിരുന്നു, എല്ലാ സഭാംഗങ്ങളും ഒരുമിച്ചായിരുന്നു. പിന്നീട് ഒരു ദേവാലയം കൂടി നിർമ്മിതമായി തീർന്നു. പിൽക്കാലത്ത് മലങ്കര സഭ സമാരംഭിതമായപ്പോൾ അവരുടെയും ഒരു 5 അംഗങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചേർന്ന് കത്തോലിക്ക ഒരു ദേവാലയം കൂടി ഉണ്ടായി. കരിസ്മാറ്റിക് പ്രസ്ഥാനം രൂപപ്പെട്ടപ്പോൾ അന്നുണ്ടായിരുന്ന അച്ഛന്മാരെല്ലാം ഒരുമിച്ചുള്ള സാക്ഷ്യത്തിന് പ്രാധാന്യം കൊടുത്തു. 45 വർഷങ്ങൾക്ക് മുമ്പ് അവരൊരുമിച്ച് ചേർന്ന് തിരുനാൾ ഒരുമിച്ച് നടത്താൻ ആഗ്രഹിച്ചു. എല്ലാവരുടെയും കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടും എന്നാൽ ഐക്യപ്പെട്ടുകൊണ്ടും ഒക്കെ. ഇതിൻ്റെ പ്രത്യേകതയായിട്ട് കാണുന്ന കാര്യം ഇതാണ്. 3 ദേവാലയങ്ങളാണുള്ളത്. ഒരു കമ്മിറ്റിയൊക്കെ എപ്പോഴും പ്രവർത്തിക്കും. അൽമായരാണ് മുഖ്യമായിട്ടും വരിക. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അച്ഛന്മാരോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. അച്ഛന്മാർ മാറി മാറി വരും, സിസ്റ്റേഴ്സ് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ആ ദൈവജനത്തിനുള്ള ചിന്ത, ഒരുമയുടെ ചിന്ത, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ചിന്ത എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 2 ദേവാലയങ്ങൾ മാതാവിൻ്റെ പേരിലുള്ളതാണ്. ഇവിടെ പാപികളുടെ സങ്കേതമായി മറിയുമെന്ന് മറിയത്തെ വിളിക്കുന്നു. സിറമലബാറിൻ്റെ ദേവാലയത്തെ വ്യാകുലമാതാ ദേവാലയം എന്ന്. 3-ാമത്തെ മലങ്കര ദേവാലയം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമാണ്. തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത് ഈ ഇടവകയിലും പ്രദേശത്തുള്ള വൈദികരും ഒന്നു ചേർന്ന് ഒരു ദിവസം മലങ്കര റീത്തിൽ കുർബാന അർപ്പിക്കുന്നു ഒരു പള്ളിയിൽ. അത് മലങ്കര പള്ളിയിലായിരിക്കില്ല. മറ്റൊരു ദിവസം സിറോമലബാർ റീത്തിൽ കുർബാന അർപ്പിക്കുന്നു. അത് സിറോമലബാർ പള്ളിയിലായിരിക്കില്ല. 3-ാമത്തെ ദിവസം ലത്തീൻ റീത്തിൽ കുർബാന അർപ്പിക്കുന്നു. അത് മറ്റൊരു പള്ളിയിലായിരിക്കും. അങ്ങനെ ഇതും മാറി മാറി വന്നുകൊണ്ടിരിക്കും. പള്ളികൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ കർത്താവിൻ്റെ കുർബാനയിൽ ഒരുമയോടെ എല്ലാവരും പങ്കുചേരുന്നു. ദൈവജനം ഒന്നുചേർന്ന് പങ്കുചേരുന്നു.